എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ മറ്റൊരുയിലേക്ക് സ്വാഗതം. മുംബൈ സിറ്റി എഫ് സിയുടെ സൂപ്പർ താരമായ മിഡ്ഫീൽഡറായ അപ്പുയ റാൾട്ടെ മോഹൻ ബഗാനിലേക്ക് ചേക്കേറി എന്നുള്ള വാർത്ത കേട്ടപ്പോൾ തന്നെ മുംബൈ സിറ്റി എഫ് സിയുടെ ആരാധകർക്ക് വളരെയധികം നിരാശയാണ് ഉണ്ടായത്. നിലവിൽ അവരുടെ ഭാഗത്തുനിന്നും TP രഗനേഷിനെ പോലുള്ള ഇന്ത്യൻ താരങ്ങളുടെ സൈനിങ് ഉണ്ടെങ്കിൽ പോലും വിദേശ താരങ്ങളുടെ സൈനിങ്ങുകളൊന്നും തന്നെ മുംബൈ സിറ്റി എഫ് സിയുടെ ഭാഗത്തുനിന്നും വരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു റൂമർ പോലും ഇല്ലാതെ ഏറെക്കുറെ താരത്തെ സ്വന്തമാക്കിയിരിക്കുകയാണ് മുംബൈ സിറ്റി എഫ് സി. ജെറമി മാൻസെറോ എന്ന ജംഷഡ്പൂർ എഫ് സിയുടെ സൂപ്പർ താരത്തെയാണ് നിലവിൽ മുംബൈ സിറ്റി എഫ് സി സ്വന്തമാക്കിയത്. ഫ്രഞ്ച് താരമായ മാൻസെറോയുടെ പ്രായം എന്ന് പറയുന്നത് 32 വയസ്സ് മാത്രമാണ്. നിലവിൽ 1 കോടിയിൽ താഴെ മാത്രം നിലനിൽക്കുന്ന മാർക്കറ്റ് വാല്യൂ. നിലവിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന പൊസിഷനിൽ കഴിഞ്ഞ വർഷം ISL ആകട്ടെ ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി മിന്നും പ്രകടനമാണ് താരം കാഴ്ചവെച്ചത്. നമുക്കറിയാം ജംഷഡ്പൂർ എഫ് സി കഴിഞ്ഞ വർഷം തീർത്തും അമ്പേ പരാജയമായിരുന്നു. എന്നാൽ ആ ഒരു പരാജയത്തിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച താരങ്ങൾ ഒരാൾ തന്നെയാണ് മാൻസെറോ എന്ന സൂപ്പർ താരം. നിലവിൽ നമുക്കറിയാം മികച്ച പെർഫോമൻസാണ് കഴിഞ്ഞ വർഷം ജംഷഡ്പൂർ എഫ് സിയുടെ മിഡ്ഫീൽഡിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അതിൻ്റെ പ്രധാന കാരണം ജെറമി മാൻസെറോ എന്ന ഈ ഫ്രഞ്ച് മനുഷ്യൻ തന്നെയാണ്. നിലവിൽ ISL കളിച്ച മത്സരങ്ങളെല്ലാം തന്നെ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സൂപ്പർ താരത്തെ നിലവിൽ സ്വന്തമാക്കിയിരിക്കുകയാണ് മുംബൈ സിറ്റി എഫ് സി. എന്തുകൊണ്ടും മികച്ച നീക്കം തന്നെയാണ് ഞാൻ പേഴ്സണലി പറയും. കാരണം ഇതിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് പ്ലേയിങ് സ്റ്റൈൽ തന്നെയാണ്. മികച്ച രീതിയിലാണ് ഇതിൻ്റെ പാസിംഗ് അക്യുറസിയും അദ്ദേഹത്തിൻ്റെ സ്കില്ലും അദ്ദേഹത്തിൻ്റെ സെറ്റ് പീസ് എടുക്കാനുള്ള കഴിവും എല്ലാം തന്നെ മികച്ച എടുത്തു പറയേണ്ട കഴിവുകൾ തന്നെയാണ്. അപ്പോൾ ഇതുപോലൊരു സൂപ്പർ താരത്തെ മുംബൈ സിറ്റി എഫ് സി വെറുതെ അല്ല സ്വന്തമാക്കിയത്, വലിയൊരു പ്ലാനോടുകൂടി തന്നെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ കണ്ടേനറിയാം മാൻസെറോ എന്ന സൂപ്പർ താരം ജംഷഡ്പൂർ എഫ് സിയിൽ കാണിച്ച മായാജാലം മുംബൈ സിറ്റി എഫ് സിയുടെ മതിലിൽ കാണിക്കുമോ എന്ന്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് മാത്രം പോവുക. അടുത്ത ഡേ വീണ്ടും കാണാം.